ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേണി. അഡ്വെൻറ്റ് ജേണിയുടെ 10ാം ദിവസം നമ്മൾ എത്തി നിൽക്കുന്നു. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദൈവവചന ഭാഗം ഇതാണ്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സോളമൻ രാജാവിൻ്റെ സദസ്സാണ്. 2 സ്ത്രീകൾ ഒരു തർക്കവുമായിട്ട് വരുന്നതും രാജാവ് അത് പരിഹരിക്കുന്നതുമാണ് നമ്മളിന്ന് ഒരുമിച്ച് വായിക്കുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയും ഒരു രാജാവ് കണ്ടെത്തുന്ന കാര്യസ്ഥനെയും കുറിച്ചാണ്. രാജാവിനൊരു പുതിയ കാര്യസ്ഥനെ വേണം. നാട് മുഴുവൻ വിളംബരം അറിയിച്ചു. പുതിയൊരു കാര്യസ്ഥനെ രാജാവ് തിരഞ്ഞെടുക്കാൻ പോകുന്നു. താല്പര്യമുള്ളവരെല്ലാം കൊട്ടാരത്തിലേക്ക് എത്തണം. അങ്ങനെ എല്ലാവരും വന്ന സമയത്ത് രാജാവ് പറഞ്ഞു, ഇതിൽ ചെറിയൊരു പരീക്ഷണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിത്തുകൾ തരും. അപ്പോൾ കുഞ്ഞു പാക്കറ്റിൽ രാജാവ് വന്ന എല്ലാവർക്കും വിത്തുകൾ വിതരണം ചെയ്തു. പൂച്ചെടിയുടെ വിത്തുകളാണ്. നിങ്ങൾ പോയി ഈ വിത്തുകൾ നട്ട് ചെടി മുളപ്പിച്ച് പൂക്കളുമായിട്ട് തിരിച്ചു വരണം. അപ്പം ഞാൻ അതിൽ നിന്ന് എൻ്റെ കാര്യസ്ഥനെ തീരുമാനിക്കും എന്ന് പറയും. അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ എല്ലാം സന്തോഷമായി. അങ്ങനെ രാജാവ് വന്ന എല്ലാവർക്കും കവറിൽ വിത്തൊക്കെ കൊടുത്ത് വിട്ടു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. എല്ലാവരും രാജാവ് പറഞ്ഞ ആ തീയതി എല്ലാവരും രാവിലെ മുതൽ രാജകൊട്ടാരത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പൂച്ചട്ടികളുമായിട്ടൊക്കെ വരാം. നല്ല ഭംഗിയുള്ള വ്യത്യസ്ത തരം പൂക്കളുമായിട്ട് ധാരാളം ആൾക്കാരിങ്ങനെ വരും. ഇങ്ങനെ വരിവരിയായിട്ട് വന്ന് ഓരോരുത്തരായിട്ട് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് തന്ന ഈ വിത്തുകൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നട്ടു. എല്ലാ ദിവസവും അതിനകത്ത് വെള്ളം ഒഴിച്ചു, അത്യാവശ്യം വെയിലൊക്കെ കൊള്ളിച്ചു. കണ്ടില്ലേ മനോഹരമായ പൂക്കൾ. ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് അധ്വാനിച്ചത്. അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ ഒരുപാട് സ്നേഹത്തോടെയാണ് ആ വിത്തുകൾ നട്ടത്. അവസാനം നോക്കൂ, എത്ര ഭംഗിയുള്ള പൂക്കളാണ്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ അതിനോട് പോയി അത് നോക്കും, അതിൻ്റെ ഭംഗി ആസ്വദിക്കും, അതിനോട് സംസാരിക്കുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ അവരവർക്ക് കിട്ടിയ ചെടികളെ ആ വിത്തിൽ നിന്നുണ്ടായ ചെടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലരായി. അപ്പോൾ ഈ കൂട്ടത്തിനിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കൈ ചട്ടി മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചെടിയില്ല, പൂക്കളുമില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും അയാളെ നോക്കി, ഇതേ കണ്ടില്ലേ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ വന്ന് രാജാവിനോടൊന്ന് പറഞ്ഞു, രാജാവേ, അങ്ങ് തന്ന വിത്ത് ഞാനും പാകി, പക്ഷെ അത് മുളച്ചുമില്ല, ചെടിയും ആയില്ല. ഈ വിത്ത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ഇതിനകത്ത് പാകിയിരുന്നു, എനിക്ക് ചെടിയൊന്നും വന്നില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ എല്ലാവരുടെയും ടേൺ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കെല്ലാം തന്നത് പുഴുങ്ങിയ വിത്തുകളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് വിശ്വസ്തയോടെ സത്യസന്ധതയോടെ പെരുമാറിയത്. അതുകൊണ്ട് എല്ലാവരും കളിയാക്കി ഒറ്റപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ, ചെടിയില്ലാതെ വെറും ചട്ടിയുമായിട്ട് വന്ന ചെറുപ്പക്കാരൻ രാജാവിൻ്റെ കാര്യസ്ഥനായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഉണ്ട്. കാരണം ദൈവസന്നിധിയിൽ വിശ്വസ്തതയ്ക്കും സത്യസന്ധതയ്ക്കും ഒരുപാട് വാല്യൂ ഉണ്ട്. നമ്മളുടെ ഒരു അവസ്ഥയൊന്ന് പരിശോധിക്കുന്ന ദിവസമാണെന്ന്. നമ്മൾ എത്രമാത്രം സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ട്. ചെയ്യേണ്ട ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് സൈലൻ്റായിട്ട് ഇരിക്കുക. ആരും പരസ്പരം മിണ്ടാതെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നമുക്ക് കൂടുതൽ കൃപ ആവശ്യമുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് നമ്മുടെ അവസ്ഥകളെ കൊടുത്ത് കൂടുതൽ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. ഭംഗിയായിട്ട് നിങ്ങൾ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.